പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവേ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവേ. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
ത്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ, ആ പലരെയും അങ്ങ് സ്കാനിങ് യന്ത്രത്തിൽ കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു ഈശോയെ. കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കർത്താവ്. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, അതുപോലെ തന്നെ ഏജൻറ്റുമാർ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ കർത്താവ്. ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു, ജയഘോഷം തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവെ, ജയഘോഷം തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ വത്സരം പുതിയ സാധ്യതകളുമായി നമ്മുടെ മുന്നിൽ ദൈവം സ്ഥാപിച്ച മഹത്വത്തിൻ്റെ വാതിലുകളാണ് ഓരോ ദിവസവും. പലപ്പോഴും എൻ്റെ ചിന്ത ഇങ്ങനെ വട്ടമിട്ട് പറക്കണത്, ചില സുവിശേഷ പ്രമേയങ്ങളുടെ കൂടെ ഞാൻ മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. അതായത് വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ഈ വചനം മാംസമായാണ് വസിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം, റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ അതിന് ഈശോയുടെ ക്ഷണം വന്ന് കാണുക. പക്ഷേ രസം എന്ന് പറയുന്നത്, ആദ്യ വചനത്തിൻ്റെ ഇവിടെ വസിച്ചതാരാ? ഇസ് ഇറ്റ് ദ അപ്പോസ്റ്റൽസ്? നെവർ നോട്ട്. അല്ലല്ല, അമ്മയാണ് വചനത്തിൻ്റെ കൂടെ ആദ്യം വസിച്ചത്. അമ്മയാണ് വചനത്തെ ആദ്യം കണ്ടത്. അമ്മയാണ് വചനത്തോട് സംസാരിച്ചത്. കുഞ്ഞും പറയാൻ തൊട്ട് വചനത്തോട് സംസാരിച്ച ആളാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ സാധ്യതകളെ അമ്മയ്ക്ക് നല്ലോണം അറിയാം. വചനത്തിൻ്റെ മാംസമാകാനുള്ള സാധ്യത ആദ്യം കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും തൊട്ട് മനസ്സിലാക്കിയതും അമ്മയെന്ന പരിശുദ്ധ ദേവമാതാവാണ്. ഇന്നലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുനാളായിരുന്നു. മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് എലിസബത്താണെന്ന് നമ്മൾ പറയും. പക്ഷേ ലോകത്തോട് അത് പറഞ്ഞത്, മറിയത്തെ ചൂണ്ടിക്കാണിച്ചത്, യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച സ്നാപയോഹന്നാനാണെങ്കിലേ മറിയത്തെ ചൂണ്ടിക്കാണിച്ചത് പരിശുദ്ധാത്മാവ് നേരിട്ടാണ്. സ്നാപയോഹന്നാൻ്റെ അമ്മയിലൂടെയാണ്. സ്നാപയോഹന്നാനാണ് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചത് സ്നാപയോഹന്നാൻ്റെ അമ്മയാണ്. എലിസബത്താണ് പറയണത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത? അത് തന്നെയാണ് സ്നാപയോഹന്നാനും പറയണത്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യതയില്ല. ചൂണ്ടിക്കാണിച്ച രണ്ടുപേരും തൻ്റെ അയോഗ്യതയാണ് മനസ്സിലാക്കിയത്.
ഈ കൂടെ താമസിക്കുന്നവർ ആദ്യം മനസ്സിലാക്കുന്നത് വചനത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ അയോഗ്യതയാണ്. എന്നും വചനത്തെ മാംസമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വചനത്തിന് മുമ്പിലുള്ള ഈ അയോഗ്യത, കർത്താവേ, അത് റോമൻ പൊണ്ടിഫാണ്. റോമൻ പൊണ്ടിഫല്ലേ, റോമൻ പടയാളിയാണ്, സൈന്യാധിപനാണ് അത് മനസ്സിലാക്കിയത്. ജീസസ്, ഐ ആം നോട്ട് വർത്തി ടു റിസീവ് യു ഇൻ മൈ ഹോം. അങ്ങനെ അനുതാപത്തിൻ്റെയും അയോഗ്യതയുടെയും ഏറ്റുപറച്ചിലിൻ്റെയും ആദ്യ പടി ആണ് നീ അനുതപിക്കുക, വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയണം. വചനത്തിൽ വിശ്വസിക്കുന്ന മുമ്പ് ഒരു അനുതാപത്തിൻ്റെ സാധ്യതയുണ്ട്. നീ വചനം വായിക്കാൻ നേരത്തും വചനം ജീവിക്കാൻ നേരത്തും ആദ്യം വേണ്ടത് വിശ്വാസത്തെക്കാളുപരി അനുതാപമാണ്. അനുതപിക്കുക, വിശ്വസിക്കുക എന്ന് പറയണത് വിശ്വാസത്തിൻ്റെ മുമ്പിലുള്ള അടിസ്ഥാന നടപടി അനുതാപമാണ്. അനുതാപം ഇല്ലാത്ത വിശ്വാസത്തെ, വചനത്തെ കണ്ടെത്താൻ അപര്യാപ്തമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷനും എന്താ? അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറഞ്ഞു. ഈ അൽത്താഴിൽ കയറി നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം തന്ന എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി, 1000 മഹത്വം ഞാൻ ആദ്യമായിട്ട് പറയുന്നു. ഇതെൻ്റെ മകനാണ്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് ഓമന. ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ മകന് വേണ്ടി ഞാൻ 2024 ഉടമ്പടി എടുത്തായിരുന്നു. ആ ഉടമ്പടിയിൽ കൂടി എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവനെ കാനഡയിൽ പോകാനുള്ള വലിയൊരു ആഗ്രഹം അവനുണ്ടായിരുന്നു. അത് എൻ്റെ അമ്മ പെട്ടെന്ന് ഓരോ ആഗ്രഹങ്ങളും അവന് സാധിച്ചു കൊടുത്തു. 25 ലക്ഷം രൂപയുടെ ലോൺ എടുക്കാനുള്ള അനുഗ്രഹം അവന് അമ്മ സാധിച്ചു കൊടുത്തു. അവനങ്ങനെ അവിടെ പോയി അവനവിടെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അമ്മ കാണിച്ചു കൊടുത്തു. നല്ല മാർക്ക് കൂടി പാസ്സാക്കി. എൻ്റെ കുഞ്ഞ് വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ആ കഷ്ടപ്പാടിൽ നിന്നെല്ലാം എൻ്റെ അമ്മ അവനെ രക്ഷിച്ചു. അവനൊരു ബൈബിൾ കളഞ്ഞു കിട്ടി. അവിടെ കാനഡയിൽ ഒരു ബൈബിൾ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ള വല്ല മോഹം അവനുണ്ടായിരുന്നു. പക്ഷേ അന്നത് സാധിച്ചില്ല കൊണ്ടുപോകാൻ. അങ്ങനെ അവനൊരു ബൈബിൾ കളഞ്ഞു കിട്ടി. ആ ബൈബിൾ കൊണ്ട് അരമണിക്കൂർ അവൻ അവിടെ നിന്നു. പക്ഷേ ആരും അത് വാങ്ങിക്കാൻ വന്നില്ല. ആ ബൈബിൾ അവന് കിട്ടി. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറയുമായിരുന്നു, അമ്മേ, അപ്പാ, എൻ്റെ കുഞ്ഞിന് ബൈബിൾ കിട്ടിയത് പോകണക്ക് അവന് നല്ലൊരു ജോലി എൻ്റെ അമ്മ അവന് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. മനസ്സിന് സന്തോഷമുണ്ടെങ്കിലല്ലേ ഒരു ബൈബിൾ വായിക്കാൻ ഒക്കത്തുള്ളൂ അമ്മേ എന്ന് ഞാൻ പറയുമായിരുന്നു. അവനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഒരു രാത്രിയിൽ ഉറക്കത്തിൽ അവന് കാനഡയിലെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജോലിയാണ് കിട്ടുന്നത്. നല്ല ശമ്പളത്തോടു കൂടിയൊരു ജോലി, അവൻ പോലും പ്രതീക്ഷിക്കാത്ത ശമ്പളത്തോടൊരു ജോലി അവന് കിട്ടുന്നു. എൻ്റെ അമ്മ കൊടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം എൻ്റെ അപ്പനും കൂടെ. അമ്മയോടും അപ്പനോടും ഞാൻ എപ്പോഴും സംസാരിക്കും, എൻ്റെ കുഞ്ഞിനെ കൈവിടല്ലേ അമ്മേ, എൻ്റെ കുഞ്ഞിനെ അന്യ ആൾക്കാർ കളിയാക്കല്ലേ അമ്മേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അമ്മ ആ ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നു. 2.5 വർഷമായി അവൻ കാനഡയിൽ പോയിട്ട്. അവനെ കാണാനൊരു ഭാഗ്യം കൂടെ എൻ്റെ അമ്മ എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 10 ദിവസമായുള്ള അവൻ ജോലിക്ക് കയറിയിട്ട് അവനെ ആ കമ്പനിക്കാർ ക്രിസ്മസിൻ്റെ അവധിക്ക് അവർ തന്നെ അവനെ 10 ദിവസത്തെ അവധിക്ക് നാട്ടിലോട്ട് ജോലിക്ക് വിട്ടു. അങ്ങനെ നാട്ടിൽ വന്ന് ഞങ്ങളെല്ലാം കാണാനും എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് കാണിക്കാനും ഉള്ള അനുഗ്രഹം എനിക്ക് കിട്ടി. എൻ്റെ കുഞ്ഞ് നാട്ടിൽ വരുമ്പം എൻ്റെ അമ്മയുടെ തൃപ്പാദത്തിൽ വന്ന് തൊഴുതിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ എന്ന് എൻ്റെ അമ്മയോട് ഞാൻ അപേക്ഷിച്ചിരുന്നു. ഞങ്ങൾ ക്രിസ്മസിന് 25-ാം തീയതി രാത്രി 8 മണിക്ക് എയർപോർട്ടിൽ വന്നിറങ്ങി എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മയുടെ തൃപ്പാദത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ മോനെ കൊണ്ടുപോയത്. എൻ്റെ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക്, എൻ്റെ അപ്പനും തന്ന അനുഗ്രഹം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ മരണം വരെ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ പേര് സനൂപ് എന്നാണ്. ഞാൻ കോന്നിന്നാണ് വരുന്നത്. ഞാൻ കൊച്ചി ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു, കാനഡയിലേക്ക് പോകാൻ. പക്ഷേ IELTS എങ്ങനെ എഴുതും, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളൊരു പേടിയിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ IELTS എഴുതി. എനിക്ക് 3ാമത്തെ തവണ നല്ല മാർക്കോടുകൂടി എന്നെ മാതാവ്, ഓവറോൾ 7 സ്കോറോടുകൂടി എന്നെ മാതാവ് പാസ്സാക്കി. എൻ്റെ ലോണിൻ്റെ കാര്യങ്ങളാണെങ്കിലും അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എനിക്ക് ലോണും കാര്യങ്ങളും എല്ലാം കിട്ടി. ഞാൻ പോകാനുള്ള കാര്യങ്ങൾ, അതായത് 1.5 മാസം അതിന് മേലുള്ള വിസയുടെ പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ വിസ 13 ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്കത് അപ്രൂവ് ആക്കി തന്നു. ഞാൻ പോകാനുള്ള സമയത്തും എനിക്കൊരു വിഷമം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് എങ്ങനെ പഠിക്കും, പാസ്സാവും. കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കിവിടെയും ഞാൻ അത്രയും പഠിക്കുന്ന ഒരാളല്ല. അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ ആയി. എനിക്കൊരു പാർട്ട് ടൈം ജോലി എൻ്റെ മാതാവ് എനിക്ക് വാങ്ങിച്ചു തന്നു. ഞാൻ പഠിച്ചു. എൻ്റെ കോഴ്സ് എനിക്ക് ഡിസ്റ്റിങ്ഷനോട് കൂടി ഞാൻ പാസ്സായി. അത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഒരൊറ്റ അനുഗ്രഹം കൊണ്ടാണ്. അതിനുശേഷം ഞാൻ പല ജോലികളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ബൈബിൾ വേണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതമ്മ പറഞ്ഞ പോലെ ആ ബൈബിൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ജിമ്മിൽ പോകുന്നൊരു സമയത്ത് അവിടെ ഒരിക്കലും ഒരു ബൈബിൾ റോഡിൽ കിടക്കുന്നതല്ല. ഞാൻ റോഡിൻ്റെ സൈഡിലൊരു ബൈബിൾ, കാറിൻ്റെ സൈഡിലൊരു ബൈബിൾ, പുതിയ ബൈബിൾ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നത് കണ്ടു. ഞാനപ്പോൾ അത് ചെന്ന് എടുത്തപ്പോൾ അത് പുതിയ ബൈബിളാണ്. അപ്പോൾ അത് ഇനി ആരെങ്കിലും വണ്ടിയിൽ നിന്ന് പോയതാണോ എന്താ, എനിക്കൊരു കൊണ്ടുപോകാനൊരു മടി. ഞാനവിടെ കുറച്ച് നേരം നിന്നു. ആ വണ്ടിയിലൊക്കെ നോക്കിയിട്ട് ആരുമില്ല. അപ്പോൾ ഒരു വേറൊരു കനഡിയൻ പുള്ളി വണ്ടിയിലുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു. പുള്ളി ഇറങ്ങി വന്നു. പുള്ളി അവിടെ ചുറ്റിനും നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നിനക്കുള്ളതാണ്, നിൻ്റെ കയ്യിൽ ഇത് വെച്ചോ എന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ പുള്ളിയെ കണ്ടതുമില്ല. അതെനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ആ ബൈബിൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും പ്രാർത്ഥന, എനിക്കൊരു ധൈര്യം തന്നെയായിരുന്നു എപ്പോഴും അത്. അതിനുശേഷം അവിടുത്തെ കാനഡയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ടൊയോട്ട മോട്ടോർ മാനുഫാക്ചറിങ്. അത് TMMC എന്ന് പറയും. ടൊയോട്ടയുടെ മാനുഫാക്ചറിങ് പ്ലാന്റാണ് അവിടെ കിട്ടാൻ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ അപ്ലൈ ചെയ്യുന്നതാണ്. എല്ലാവർക്കും കയറണമെന്നൊരു വലിയൊരു ആഗ്രഹമാണ്. കാരണം അതേപോലൊരു കമ്പനി വലിയൊരു റെപ്യൂട്ടായിട്ടുള്ള കമ്പനിയാണ്.
ഞാൻ ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം വന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയി ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇരുന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പറയും, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു കോൾ വരുന്നില്ല, 10 മാസമായി. പിന്നെ ഞാനും അത് മറന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു ബുധനാഴ്ച രാവിലെ ഞാൻ കോൾ വന്നിട്ട് എണ്ണീക്കുമ്പോൾ ഇവർ എന്നെ വിളിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ഫൈനലി അവരെന്നോട് ഓഫർ ലെറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്, വെൽക്കം ടു DMMC എന്ന് പറയുമ്പോഴാണ് എൻ്റെ കണ്ണ് നിറയുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു, ആ ഒരു ജോലി എനിക്ക് കിട്ടി. ഞാൻ ജോലിക്ക് കയറിക്കഴിഞ്ഞപ്പോഴും അവിടെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നത് മെറ്റീരിയൽസ് ആൻഡ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ജോലി കിട്ടേണ്ടത്. പക്ഷേ അതവിടെ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആർക്കും കൊടുക്കുന്നതല്ല. അത് സീനിയറായിട്ടുള്ളവർക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവർ ആ സെക്ഷനിലേക്ക് കൊടുക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വിശ്വാസമായിരുന്നു, ഉറച്ച വിശ്വാസമായിരുന്നു മാതാവ് എനിക്ക് അവിടെ തന്നെ തരുമെന്നുള്ളത്. ഓറിയൻറ്റേഷൻ കഴിഞ്ഞു. എൻ്റെ ജോയിനിങ് ലെറ്റർ കിട്ടിയപ്പോഴാണ് അപ്പോൾ അതിലാണ് ഉണ്ടായിരുന്നത് എനിക്ക് ആ സെക്ഷനിൽ തന്നെയാണ്. അതും 12 പേര് ഞങ്ങൾ എടുത്തതിൽ ഒരാൾ ഞാൻ മാത്രമാണ് ആ ഒരു സെക്ഷനിലേക്ക് സെലക്ട് ആയതും. എൻ്റെ ട്രെയിനർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇതിങ്ങനെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും റയറസ്റ്റ് കേസിലാണ് ഇങ്ങനൊരു ജോയിനിങ് അല്ലെങ്കിൽ ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. എനിക്കവിടെ കിട്ടി. അതിനുശേഷം എനിക്ക് നാട്ടിലേക്ക് 2.5 കൊല്ലമായി. അപ്പോൾ വന്ന അച്ഛനെയും അമ്മയും എൻ്റെ വൈഫിനെയും കാണണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ വരാൻ പറ്റുന്നില്ല. അപ്പോൾ 2 ആഴ്ച മാത്രം മെയിൻ്റനൻസ് ഷട്ട് ഡൗൺ ഉള്ള കമ്പനി 3 ആഴ്ചത്തേക്ക് പെട്ടെന്ന് തന്നെ ഷട്ട് ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തു. 3 ആഴ്ച ലീവ് കമ്പനി ഇനിഷ്യേറ്റ് ചെയ്തു. ആ സമയത്ത് എൻ്റെ GL-നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. GL അപ്പോൾ തന്നെ പറഞ്ഞു, നീ പോയിട്ട് വാ, ഞാൻ ബാക്കി നോക്കിക്കോളാം എന്ന് പുള്ളിക്കാരനും എടുത്ത് പറയുകയും എനിക്ക് ടിക്കറ്റ് ആ സമയത്ത് ഏറ്റവും കൂടിയ റേറ്റിന് കിടക്കുന്ന സമയമാണ് ഡിസംബർ. എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ ടിക്കറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കുറഞ്ഞ ഇതിൽ ടിക്കറ്റും കിട്ടി. എല്ലാം പെട്ടെന്ന് വന്നു. എനിക്ക് വരാൻ പറ്റി. അമ്മ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ടിട്ടേ വീട്ടിലേക്ക് പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് വന്നത്. എനിക്ക് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് കിട്ടി. ഞാൻ 8 മണിക്ക് 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് വൈകിട്ട് ഞാൻ കൊച്ചിയിൽ ഇറങ്ങി. ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു എല്ലാ എൻ്റെ അനുഗ്രഹങ്ങൾക്കും മാതാവ് തന്നെയാണ്. മാതാവും തിരുക്കുമാരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ പോകുന്നത് ഈ മാസം 9-ാം തീയതി ഞാൻ തിരിച്ചു പോകും. എനിക്ക് രാത്രി 10 മണിക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്. എന്നാലാവുന്ന സഹായം എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ പാവങ്ങൾക്കൊക്കെ കൊടുക്കും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെച്ച് കൊണ്ടുവന്ന് പൊതിച്ചോറ് അല്ലെങ്കിൽ രാവിലത്തെ കാപ്പി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും. പിന്നെ ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങൾക്ക് തുണികൾ വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ബൈബിൾ വായിക്കും 1/2 മണിക്കൂർ. ചിലപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയാലും എന്നെ ആരാണ്ടോ തട്ടി ഉണർത്തുന്ന പോലെ എനിക്ക് തോന്നും. ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പിച്ചിപ്പൂ കൊടുക്കും. എൻ്റെ വീട്ടിൽ പിച്ചിപ്പൂ ഉണ്ട്. അപ്പോൾ അമ്മയോട് ഞാൻ പറയും, അമ്മ മുല്ലപ്പൂവിൻ്റെ മണമുള്ള ആളാണ്, അമ്മയ്ക്ക് ഞാൻ പിച്ചിപ്പൂ തരുന്നതെന്ന് പറയുമ്പം ആ സമയത്ത് എൻ്റെ വീട്ടിനകത്ത് പിച്ചിപ്പൂവിൻ്റെ മണം വരും. എൻ്റെ മോൻ അവിടുന്ന് വിമാനം കയറിയപ്പോൾ ഞാൻ അമ്മയോട് കണ്ണിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു പ്രയാസം ഉണ്ടാവത്തേക്ക് 23 മണിക്കൂർ വിമാനത്തെ ഇരിക്കണം, അവനെ കൊണ്ടെത്തിക്കണം. എൻ്റെ അമ്മ ഞാൻ നീലമെഴുതി വെച്ച് കത്തിച്ചപ്പം അമ്മയുടെ രൂപം, ആ ഫ്രണ്ടിരിക്കുന്ന തലകുനിച്ചിരിക്കുന്ന അമ്മയുടെ ആ രൂപം എൻ്റെ മെഴുകുതിൽ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ, അമ്മ തരുന്ന അനുഗ്രഹം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അനുഗ്രഹമായി ഈ അമ്മയെ നമുക്കാർക്കും മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാം കൂടെ അമ്മയുണ്ട്. നമ്മളെല്ലാവരും ഉറക്കെ വിളിച്ചു പോവുക, അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എൻ്റെ അപേക്ഷയാണ് നമ്മളെല്ലാം അമ്മ സഹായിക്കും. നമ്മളെ കണ്ണുനീര് അമ്മയുടെ മുമ്പിൽ ചെല്ലുക. എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞങ്ങളോടെല്ലാം നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണേ മാതാവേ. അവരുടെ എല്ലാം പ്രയാസങ്ങൾ എൻ്റെ അമ്മ സാധിച്ചു കൊടുക്കണേ. ഞാൻ പ്രാർത്ഥിക്കുമ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. രോഗികൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക്, കല്യാണം നടക്കാത്ത കുഞ്ഞുങ്ങൾക്ക്, പിന്നെ അച്ഛനും അമ്മയും നോക്കാത്ത മാതാപിതാക്കൾ എത്രയോ എണ്ണം, അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം അതാണ് ഞാൻ വെച്ചേക്കുന്നത്. എൻ്റെ 6ാമത്തെ നിയോഗം അതാണ് ഞാൻ വെച്ചേക്കുന്നത്. പാവങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പ്രാർത്ഥന വെച്ചേക്കുന്നത്. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനമാണ്. കാനായിലെ കല്യാണത്തിൽ വീഞ്ഞു തീർന്നപ്പോൾ ആ കുടുംബത്തിൽ അപമാനത്തിന് അവസരം ഒഴുക്കാതെ അമ്മ ഈശോയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അവരുടെ ആവശ്യം. ഈശോ തൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അമ്മ ദാസരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്ന്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് അമ്മ നമ്മളോട് പറയുന്നതും, ഇതാണ് അമ്മ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നതും. അമ്മ ഓരോ കാര്യങ്ങളും സ്വന്തം കൈകളിലെടുക്കാതെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഈശോയുടെ ശക്തിയിലും അധികാരത്തിലും പൂർണ്ണ വിശ്വാസമുണ്ട്. ഈശോ നമ്മുടെ മുന്നിലും പുറകിലും എപ്പോഴും എന്നേക്കും നമ്മുടെ സാന്നിധ്യം, ഈശോയുടെ അനുഗ്രഹവും ഉടമ്പടി മക്കളുടെ കൂടെയുണ്ടെന്നാണ് ഈ ഓരോ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ മകൻ സനൂപ് കുമാർ പറഞ്ഞ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇന്ന് ഇവിടെ ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്
പ്രൊഡക്ഷൻ അസോസിയേറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇൻ കാനഡയിലെ ഒരു നല്ലൊരു ജോലി കരസ്ഥമാക്കിയതിന് ശേഷമാണ്. ഈ മകനൊരു വലിയൊരു കാര്യമുണ്ടായി. ഈ മകനൊരു വലിയൊരു ആഗ്രഹമായിരുന്നു, ബൈബിൾ വേണമെന്നൊരാഗ്രഹം. ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. അതുപോലും ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്നതാണ് ഈ മകൻ്റെ ജീവിതത്തിൽ. ഏതോ ഒരു വഴിയിൽ എവിടെ നിന്നോ പോയപ്പോൾ റോഡിൽ ഒരു പുത്തൻ ബൈബിൾ കിടക്കുന്ന കണ്ടു. ഈ മകൻ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി നിന്നു. ആരുടെയോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ ബൈബിൾ നിനക്കുള്ളതാണ്, എടുത്തുകൊള്ളുക എന്ന്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന നേരത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്ന സമയത്താണ് നമ്മൾക്ക് തരുന്നത്. നമ്മൾ അവൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. വചനത്തിനനുസരിച്ച് ജീവിക്കുകയും ഉടമ്പടി നിബന്ധനകളനുസരിച്ച് പാലിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. ഈ മകന് അവിടുന്ന് വന്നപ്പോഴേ ആദ്യം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഈ മകൻ പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം അമ്മയുടെ പ്രാർത്ഥനയിൽ, അമ്മയുടെ ഉടമ്പടിയിലാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു ഇൻ്റർവ്യൂവിന് പോയ സമയത്ത്. ഇന്ന് ഈ ഷോർട്ട് ടൈമാണ് ഈ മകൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കും. ദൈവസാന്നിധ്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ മകൻ ഇന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അമ്മ ഈ മകന് വിശ്വാസ കൈമാറ്റം ചെയ്തു. അമ്മ ഈ മകനോടെല്ലാം ഉടമ്പടി ജീവിതത്തെപ്പറ്റി പറഞ്ഞു കൊടുത്തു. ഈ മകനും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഈ ഈശോ പറയുന്നത് ചെയ്യുവാനായിട്ട് ഈ മകനും ആഗ്രഹമുണ്ട്. അത് ചെയ്തുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കുവാനാണ് സനൂപ് എന്ന മകനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവൻ പറയുക എന്ന് പറഞ്ഞതുപോലെ, അമ്മ നമ്മളോട് പറഞ്ഞതുപോലെ നമ്മളും ദൈവവചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് അതുപോലെ ഈശോ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടാകുന്നത്. നമുക്ക് ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. സനൂപ് കുമാർ എന്ന മകനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, നന്ദി പറയാം. യേശുവേ നന്ദി. യേശുവേ. സുരേഷ് ഫെലിക്സ്, ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. കാര്യം ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനായിട്ടും ഇവിടെ വന്നു നിന്ന് മാതാവിൻ്റെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യം പറഞ്ഞത് എൻ്റെ സിസ്റ്ററിന് MSc നേഴ്സിങ്ങിൻ്റെ പരീക്ഷയുടെ സമയത്ത് അവൾക്കത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാമെന്ന് അമ്മ നേർന്നിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫ് 2023 മുതൽ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. എങ്കിലും എനിക്ക് അതിനകത്ത് അങ്ങനെ വലിയൊരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നു പോകും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ എന്നൊരു സംശയത്തിൽ ഞാനങ്ങനെ അതിന് വലിയൊരു ഇതൊന്നും കൊടുക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്തിന് ഞാൻ പലപ്പോഴും പഠിക്കുന്ന സമയത്തും ഒക്കെ എൻ്റെ മെറിറ്റ് അല്ലായിരുന്നിട്ടും എനിക്ക് ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട്, അതുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് എനിക്ക് എല്ലാ കോഴ്സുകളാണെങ്കിലും അതുപോലെ തന്നെ ജോലി, എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നല്ല രീതിയിൽ നടന്നുപോയി. ഒരിക്കലും എൻ്റെ മെറിറ്റ് അല്ലായിരുന്നു, എല്ലാം ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് ആയിരുന്നു. അങ്ങനെ എനിക്ക് 2 പോസ്റ്റ് ഗ്രാജുവേഷനും ലോയും ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചു. എങ്കിലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് തന്നെയായിരുന്നു. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അത്രയും നല്ലത്. കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും ഞാൻ ഗവൺമെൻറ് ജോലിക്ക് അപേക്ഷിച്ചു, പക്ഷേ അപ്പോൾ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാനൊരു 7ഓളം പ്രൈവറ്റ് കമ്പനികൾ, 6-7 പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്തു. വിവിധ തസ്തികകളിൽ അഡ്മിനിസ്ട്രേഷൻ, HR, ലീഗൽ എല്ലാ വകുപ്പുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്കൊരു ഗവൺമെൻറ് ജോലി അപ്പോൾ ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ ആ കിട്ടുന്നതനുസരിച്ച് അങ്ങ് പോയി. എന്തായാലും എൻ്റെ പഠിത്തവും കാര്യങ്ങളും നടക്കുന്നുണ്ട്, എനിക്ക് മാന്യമായൊരു ശമ്പളമുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ, അങ്ങനെ അങ്ങ് പൊക്കോട്ടെന്ന് ഓർത്തു. എങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം വീട്ടിൽ അങ്ങനെ തന്നെ പോയി. അങ്ങനെ ഇരിക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഒരു പ്രോജക്റ്റ് വന്നു. അത് കോൺട്രാക്ട് ബേസിസിലായിരുന്നു. ആ പ്രോജക്റ്റ് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു 2 വർഷത്തെ കോൺട്രാക്റ്റിനൊരു ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അത് ലഭിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവിടെയും ഫ്യൂച്ചറിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പെർമനൻറ്റ് ജോലിയൊക്കെ കിട്ടാൻ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ, ഗവൺമെൻറ് തോന്നിക്കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് നമുക്കത് അബ്സോർവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു പോസിബിലിറ്റി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം അത് പ്രാർത്ഥിച്ചു. ഞാൻ പല അവസരങ്ങളിലും പല ഹയർ പോസ്റ്റൊക്കെ വന്നപ്പോൾ ഞാൻ അപേക്ഷിച്ചിട്ടും അപ്പോഴെല്ലാം ഞാൻ റിജക്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച ഒരു പോസ്റ്റിൽ കോൺട്രാക്റ്റ് വന്നിരിക്കുന്നുണ്ട്.
ഞാൻ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ 60 വയസ്സ് വരെ അങ്ങ് പോകാൻ പെൻഷനൊന്നും കാണത്തില്ല, ഒരു സ്റ്റാൻഡേർഡ് സ്കെയിൽ പേ കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്ര അടുത്ത് വന്നു ഇങ്ങനെ ഒരു അവസരമൊക്കെ ദൈവം തന്നു, എന്നിട്ടും എന്തുകൊണ്ട് നമുക്കതൊരു പെർമനൻ്റായിട്ട് കിട്ടുന്നില്ല? അപ്പോൾ പലപ്പോഴും ഏവിയേഷൻ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും 10-17 വർഷം പ്രൈവറ്റിലായിരുന്നതുകൊണ്ടും അവർക്കൊരിക്കലും അത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അറിയാമല്ലോ, ഗവൺമെൻറ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അകത്ത് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞൊന്നും അയാൾക്ക് കിട്ടത്തില്ല. ഓൾ ഇന്ത്യ നോട്ടിഫിക്കേഷനാണ്, അതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സിൽ കൂടെ പോകണം. അപ്പോൾ അവിടെ അകത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു സ്പെഷ്യൽ കാര്യമൊന്നുമല്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ആ സെയിം പോസ്റ്റിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ അങ്ങനെ വരികയുണ്ടായി. പക്ഷേ ഒറ്റ വേക്കൻസി ഉള്ളപ്പം ഞാനൊരു ജനറൽ കാറ്റഗറിയാണ്, മൈനോറിറ്റി കാറ്റഗറി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് റിസർവേഷൻ ഒരു കാര്യങ്ങളും ഇല്ല. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യനും കൂടാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു ഹയർ പോസ്റ്റുകളിലോട്ടൊക്കെ എപ്പോഴും അവർ കൂടുതലൊരു നോർത്ത് ഇന്ത്യൻസിന് തന്നെ ഒരു പ്രിഫറൻസ് വരും. അത് ഓട്ടോമാറ്റിക്കലി, കാരണം അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും ഹിന്ദിയൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് എപ്പോഴും ഇൻ്റർവ്യൂവിൽ ഒരു പ്രിഫറൻസും അവർക്കേ വരത്തുള്ളൂ. അപ്പം എനിക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലേ, പ്രൈവറ്റ് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അതൊരു കാരണവശാലും എനിക്കൊരു ക്വാളിഫിക്കേഷനായി മാറത്തില്ല. എന്നിരുന്നാലും ഞാൻ മാക്സിമം പ്രാർത്ഥിച്ചു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എക്സ്റ്റേണൽ ബോർഡും അതുമൊക്കെയാണ്. ഇൻ്റർവ്യൂ വളരെ പ്രയാസമായിരുന്നു, എനിക്ക് കിട്ടത്തില്ല എന്നുള്ളത് ഏകദേശം എനിക്ക് അന്ന് തന്നെ ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഏതെല്ലാം ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പലരുമായിരുന്നു ഡെപ്യൂട്ടേഷനായിട്ടോ അല്ലെ ഈ പോസ്റ്റിലേക്കോ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായി, അവരുമായിട്ട് മത്സരിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എനിക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം ഗവൺമെൻറ് എക്സ്പീരിയൻസ് വരുമ്പം എൻ്റെ കുറഞ്ഞു പോകും. എന്നാലും ഞാനത് അപ്ലൈ ചെയ്തു. ഏകദേശമൊക്കെ ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആകാറായി. അപ്പോൾ എനിക്ക് ഏകദേശം അറിയായിരുന്നു ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും. കാരണം ഓട്ടോമാറ്റിക്കലി ഒരു പെർമനൻറ്റ് പോസ്റ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ടെമ്പററി എടുത്ത ആൾ അയാളുടെ പീരീഡ് കഴിയുമ്പോൾ അയാൾ ഇറങ്ങിപ്പോകണം. അയാൾക്ക് പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ ആ സമയത്തും കൃപാസന ഉടമ്പടിയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, വൈഫും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ കാര്യം എനിക്കറിയാം, അവളും അത് പാസ്സാകുകയും ചെയ്തു. അമ്മ എങ്ങനെ നേരത്തെ നേർന്നിട്ട് അവൾക്ക് പാസ്സായി. അപ്പോൾ വൈഫും ഒക്കെ പറയുന്നുണ്ടായിരുന്നില്ല, ഞാൻ അപ്പോഴും അതത്ര വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തിരുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും പിന്നെ ഞാനതങ്ങ് വിട്ടു മാറി അങ്ങ് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 9 വർഷം മുമ്പ്, ഒരു KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഞാൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറ്റിയ ഒരു പരിക്കിൻ്റെ ഭാഗമായിട്ട് ബ്ലാഡറിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വന്നു തുടങ്ങിയത് 2 വർഷം മുമ്പായിരുന്നു. 1.5 കൊല്ലം ചികിത്സയൊക്കെ ചെയ്തിട്ടും അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പിന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇടയ്ക്കാണ് അവിടെ ഡൽഹിയിൽ തന്നെ പല ടോപ്പ് കാറ്റഗറി ഓഫീസേഴ്സിനൊക്കെ ഇത് ചെയ്യുന്ന, നമ്മുടെ ചികിത്സ ചെയ്യുന്ന, ഈ മർമ്മ ചികിത്സ ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാനിടയായി. അതൊരു സിസ്റ്റർ വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ പറഞ്ഞു, നമുക്ക് ഈ ചികിത്സ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലാഡർ അങ്ങ് ശരിയായേക്കും. അങ്ങനെ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നാൽ ശരി തുടങ്ങിയേക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന്, 14 ദിവസത്തെ സമയമേ ഉള്ളൂ ഇതപ്പോൾ. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആക്കിയത്, ചിലപ്പോൾ എൻ്റെ ഒരു റിസൾട്ട് വരാനുണ്ട്, അത് ഫെയിലായാൽ ഞാൻ പിന്നെ അധികാലം നിൽക്കത്തില്ല ഡൽഹിയിൽ, എനിക്ക് തിരിച്ചു പോയി ലോ പ്രാക്ടീസ് ചെയ്യുമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലോട്ടോ കയറുക എന്നുള്ളതേ ഉള്ളൂ. അന്ന് പറഞ്ഞപ്പോൾ അയാൾ 1 മിനിറ്റ് പറഞ്ഞു, ഏതായാലും നിങ്ങൾ വീട്ടിലോട്ട് വന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് അയാൾ കയറി വന്ന്, വീട്ടിൽ കയറി വന്നിട്ട് അയാൾ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളങ്ങനെ അപേക്ഷിച്ചേക്കുക അല്ലേ, അതായത് ഇതൊക്കെ ശരി. ഇവിടെ എന്തോ ഒരു പ്രാർത്ഥനയുടെ കുറവ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തോന്നുന്നുണ്ട്. അത് എവിടെയോ ഈ ആലപ്പുഴയിലെങ്ങാണ്ട് ഒരു 90 ദിവസത്തെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് കേട്ടു. അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവില്ല. അയാൾ ഡൽഹിയിലായിട്ട് ഇതായിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു കൃപാസനത്തെക്കുറിച്ച് അത്ര വലിയ അറിവൊന്നും അദ്ദേഹത്തിനില്ല. ചുമ്മാ അത് പറഞ്ഞു. ഞാൻ അന്നേരവും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ചികിത്സയും തുടങ്ങി, റിസൾട്ടും വന്നു. ഞാൻ ഫെയിലായി, വെയിറ്റിംഗ് ലിസ്റ്റിലായിപ്പോയി. ഫസ്റ്റ് വേറെ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്റർ എന്നുള്ള ആൾക്ക് കിട്ടി. അപ്പം എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് അതിനകത്ത് പറ്റാത്ത തോന്നുന്നു. പിന്നെ ഞാൻ ഓർത്തതായാലും ചികിത്സ തുടങ്ങിയില്ലേ, ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മർമ്മ ചികിത്സ എന്നൊന്നും പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ശരി എന്നാൽ അങ്ങനെ തുടർന്നോട്ടെ എന്നോർത്തു. പിന്നെ അദ്ദേഹം അന്ന് രാത്രി വന്നപ്പോഴും ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്നാ വല്ലായിരിക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ റിസൾട്ട് വന്നു, ഇനിയിപ്പം എനിക്ക് അധികം എക്സിസ്റ്റൻസ് ഇല്ല, എൻ്റെ തീരാറാവും, ഡിസംബറോടുകൂടി എൻ്റെ കോൺട്രാക്റ്റ് തീരും, ഞാൻ തിരിച്ചു പോയി, ഇനി റിന്യൂ ചെയ്താലും ഞാൻ നിൽക്കുന്നില്ല. കാരണം പെർമനൻറ്റ് പോസ്റ്റിൽ ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ പിന്നെ അതിനകത്ത് ഇരിക്കുന്നത് വലിയ കാര്യമില്ലല്ലോ. ചിലപ്പോൾ സർക്കാരിനോട് ചോദിച്ചാൽ സർക്കാർ 2 കൊല്ലം 3 കൊല്ലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരുമായിരിക്കും. ആവശ്യമുണ്ട് വേറെ ഏതെങ്കിലും ഇന്ത്യയിൽ എവിടെയും വിടാം. 19 ബ്രാഞ്ചുകളോളം ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ എവിടെ വേണേലും വിടാം. പിന്നെ ഇനി വല്ല ബോംബെയിലോ വേറെ എന്തെങ്കിലും സൈഡിലോട്ട് വിട്ട് കഴിഞ്ഞാൽ തന്നെ ഫാമിലിയായിട്ടത് പോകാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും പെർമനൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനെന്നാൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴയാൾ എന്നോട് ചോദിച്ചു, ഞാനെന്ന് എന്തോ ഒരു പ്രാർത്ഥന 90 ദിവസമൊക്കെ ആലപ്പുഴയിലൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ, അതൊന്ന് ചെയ്തുകൂടാൽ എന്താ അത് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു അത്ഭുതം നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരറിവില്ലാത്ത ഒരു മനുഷ്യൻ ഇതിങ്ങനെ പറയുകയും അയാൾക്ക് അപ്പോഴും കൃപാസനം എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനുമാണ് അയാൾ, ക്രിസ്ത്യാനി തന്നെയാണ്. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനെന്നാൽ ഓർത്തു, ഏതായാലും അമ്മ ഇങ്ങനെ ഇതൊന്ന് ചെയ്തു, പെങ്ങളുടെ കാര്യത്തിലൊരു ഇതുണ്ടായി, അവൾക്കൊരു പാസ്സാകാൻ പറ്റി, പിന്നെ വൈഫും ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ പിന്നെ ഏതായാലും ഒന്ന് ചെയ്തേക്കാം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നഷ്ടപ്പെടാനൊന്നുമില്ല, ഇവിടുന്ന് ഇപ്പോൾ ഏതായാലും പോരുക, അടുത്തൊരു പരിപാടി നോക്കണം.
അപ്പോൾ ഞാനത് പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല ഡൽഹിയിലുള്ള വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഓർഫണേജുകൾ, അങ്ങനെ വലിയ ഇതായിട്ടുള്ളതൊന്നുമല്ല, അവിടെയൊക്കെ പോയി എന്നെക്കൊണ്ടാകാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ കുറച്ചുകൂടെയൊക്കെ ജീവിത രീതികളിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. ഞാൻ കുറച്ചുകൂടെയൊക്കെ ജോലിയിലും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. കാര്യം ഇപ്പോൾ എനിക്കിനിയിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം നല്ല രീതി, കാരണം ഒറ്റ സൗത്ത് ഇന്ത്യനേ ഉള്ളൂ ഓൾ ഇന്ത്യ ആ ഒരു ഓർഗനൈസേഷൻ, ഏവിയേഷന് കീഴിലാണ്. അപ്പോൾ ഞാനായിട്ട് ഇനിയിപ്പോൾ അതിനകത്തൊരു മോശം കാണിക്കേണ്ട, അയാൾ നിന്ന് ലാസ്റ്റ് ഡേയ്സ് വരെ നന്നായിട്ട് അങ്ങ് പൊക്കോട്ടം ഓർത്ത് ഞാൻ നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ച് അതേ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോൾ പയ്യെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഇനിയിപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും 90 ദിവസം ഈ ഉടമ്പടി നന്നായിട്ട് ചെയ്യുക. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. 5 മണിക്ക് എണീക്കാത്ത, ഞാൻ പല കോഴ്സുകൾ പഠിച്ചപ്പോഴും ഒന്നും ഞാനൊരിക്കലും 5 മണിക്ക് എണീറ്റ് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു 5 മണിക്ക് എണീറ്റ് 5:30 ആകുമ്പോൾ എണീറ്റ് അച്ഛൻ്റെ ഈ പ്രെയർ കൂടുക, പിന്നെ കുറച്ചുകൂടെ മാതാവിനെ അറിയുക, കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ, കാര്യങ്ങളൊക്കെ, അതിപ്പോൾ എനിക്ക് നല്ല പുതുമ തോന്നി. ഓക്കെ, തീർച്ചയായിട്ടും നല്ല ഇതാണ്, നമ്മുടെ ജീവിതത്തിലൊരു വ്യത്യാസം വരുമല്ലോ, ഏറ്റവും വലുത് അതല്ലേ. അങ്ങനെ ഞാനത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴും എനിക്ക് അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ശകലം ഇടയ്ക്ക് വിഷമം വന്നായിരുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ വെച്ചാലും റിസൾട്ട് ഡിക്ലെയർ ചെയ്തു 3 മാസത്തിനുള്ളിൽ ആൾ ജോയിൻ ചെയ്യും. അപ്പോൾ പിന്നെ ഇനിയിപ്പം അടുത്തൊരു പരിപാടി നോക്കണം, ഡിസംബർ വരെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നതിലും കാര്യമില്ല എന്നുള്ള ഞാൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്താണ് വെറുതെ ഞാൻ അച്ഛനെന്ന ഇടയ്ക്ക് പറയുമായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. വെറുതെ ഞാനൊരു ഡേറ്റ് ഇട്ടു, മെയ് 2-ാം തീയതിയിലേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുകയാണേ അത് വലിയൊരു അത്ഭുതമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു, എന്നാൽ പിന്നെ മെയ് 7 വെച്ചോ, മെയ് 7-ന് ഞാൻ പറഞ്ഞു നീ ഇട്ടോ, അപ്പോൾ അവൾ ഉടമ്പടിയിലുള്ളതല്ലേ, അതുകൊണ്ട് ശരി മെയ് 7 ഇട്ടോ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 2 ഇട്ടോ, അവൾ മെയ് 7 ഇട്ടു. ഏകദേശം ഞാൻ പയ്യെ ഇങ്ങനെ ഈ ഓർഫനേജുകളും അങ്ങനെയുള്ള മന്ദിരങ്ങളൊക്കെ സന്ദർശിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നി തുടങ്ങി പോസിറ്റീവ്ലി ഞാൻ അതിലേക്ക് കയറാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നൽ വീണ്ടും എൻ്റെ മനസ്സിൽ വരികയും ഏതാണ്ട് ഒരു ഏപ്രിൽ അവസാനം ആകാറായപ്പോഴേ ഞാൻ അതിൻ്റെ സെക്രട്ടറിയുടെ വായിൽ നിന്ന് കേട്ട ഒരു വാക്ക്, ഫസ്റ്റ് വന്ന ആളെ സമയത്തോളം അയാൾ എന്തോ പരസ്പര വിരുദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു, ഒരു പക്ഷേ ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല. കാര്യം അയാൾ എന്തൊക്കെയോ മാറി അയാൾക്ക് ബോംബെ വേണോ, അവിടെ വേണോ, ഇവിടെ വേണോ എന്നൊക്കെ മാറി ഗവൺമെൻറ്റിൽ തന്നെ ഇരുന്ന ആളാണ്, അങ്ങനെ മാറി പറയുന്നു. ഒരു പക്ഷേ അത് മാറി സുരേഷിലേക്ക് തന്നെ അത് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും വേണ്ടിയില്ല, അങ്ങനെ തന്നെ പോയി. അങ്ങനെ കൃത്യം മെയ് 2-ാം തീയതി ആയപ്പോഴത്തേക്കിന് ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ അവിടെ വരികയും എന്നെ നേരിട്ട് വിളിച്ച് എന്നോട് പറയുകയാണ്, ഞങ്ങൾ മാക്സിമം ഫസ്റ്റ് ആൾ വളരെ മിടുക്കനായിരുന്നു, നിങ്ങൾക്ക് സെക്കൻഡ് ആളെന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ഭയങ്കര അന്തരമാണ് വന്നത്. 15 പേരായിരുന്നു, ലക്ഷങ്ങളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 15 പേരായിരുന്നു ഇൻ്റർവ്യൂവിന് വന്നത്. അപ്പോൾ ആ 2 പേരും തമ്മിൽ ഇത്രയും അന്തരം ഉണ്ടായിട്ടും ആദ്യത്തെ ആളെ എന്തോ പ്രശ്നത്താൽ അയാൾക്ക് പറ്റുന്നില്ല, അയാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അയാളുടെ സ്ഥാപനത്തിൽ തന്നെ ഗവൺമെൻറ്റാണ് കണ്ടിന്യൂ ചെയ്യുകയാണ്, അപ്പോൾ നിങ്ങൾക്കാണ് ചാൻസ് വരാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ ആരോടൊന്നും പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ എനിക്ക് തോന്നിയ 2-ാം തീയതി ഞാൻ വെറുതെ എഴുതിയിട്ട് 2-ാം തീയതി തന്നെ ഇത് കറക്റ്റായിട്ട് സംഭവിക്കുകയും വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ സാക്ഷ്യം പറയണമെന്ന് തീരുമാനിച്ചിരുന്നു. പിന്നീട് ഏകദേശം 7-ാം തീയതി ആയപ്പോൾ വൈഫ് ഡേറ്റ് ഇട്ടിട്ട് 7-ാം തീയതി ആയിരുന്നു. 7-ാം തീയതി ആയപ്പോൾ എൻ്റെ ഓഫർ ലെറ്ററും കിട്ടി. അങ്ങനെ വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇന്നിപ്പോൾ ഞാൻ ഡൽഹിയിലെ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കിപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി ഞാൻ ജോലി ചെയ്തു വരുന്നു. അത് കൃപാസന മാതാവിൻ്റെ അടുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ 101% വിശ്വസിക്കുന്നു. കാരണം ഒരു കാരണവശാലും അതിനകത്ത് കിട്ടാനായിട്ടുള്ളൊരു മെറിറ്റ് ഉണ്ടായിരുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ എനിക്കത് ലഭിക്കുകയും ചെയ്തു. ഞാനതിന് പ്രത്യേകം മാതാവിനോട് നന്ദി പറയുന്നു. ഒരു യേശുവിൻ്റെ സാക്ഷിയായി എന്നും ജീവിക്കാൻ എന്നെ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ ഞാൻ പത്രം ഡൽഹിയിലെ NCR ഏരിയയിലൊക്കെ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. ബൈബിൾ അരമണിക്കൂർ വായിക്കാൻ, കാരണം ബൈബിൾ വായിക്കുമായിരുന്നു, ചുമ്മാ അങ്ങ് എവിടുന്നേലും എടുത്ത് വായിക്കുമായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിനൊരു സുഖം. നമ്മളങ്ങനെ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല, എന്നാലും അവിടെ ചെന്ന് സന്ദർശിക്കുകയും ആൾക്കാരെ കാണുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കൊരിക്കലും വില കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല. അതൊക്കെ കൃപാസനത്തിൽ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നടന്നത്. അല്ലെങ്കിൽ പിന്നെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഓർഫനേജ് സന്ദർശിക്കാനൊന്നും ഞാനിതുവരെ തയ്യാറായിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, ഇങ്ങനൊരു ഇതുകൊണ്ട്. അത് TV കാണുന്ന പോലെയല്ല, നേരിട്ട് എന്ന് കാണുമ്പോഴത്തേക്കിന് അതിവിടെ പലർക്കും അറിയാമായിരിക്കും, അത് ചെല്ലുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അതൊക്കെ കൃപാസനത്തിൽ വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിനെല്ലാം ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. യെശയ്യാ 12:2 ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. സുരേഷ് ഫെലിക്സ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതസാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് അറിവുള്ള മകനാണ്, വിശ്വാസമില്ലാത്ത വ്യക്തിയുമായിരുന്നു. വീട്ടിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന വ്യക്തികളുണ്ട്, എങ്കിലും ഉടമ്പടിയോട് ഹൃദയം ചേർത്ത് വെച്ച് നടക്കുന്ന രീതി സുരേഷിനില്ല എന്ന് ഏറ്റുപറയുന്നുണ്ട്. എന്നാൽ ക്വാളിഫിക്കേഷൻസ് ഒത്തിരിയുണ്ട്, എന്നാലത് അതിന് പറ്റുന്നൊരു ജോലിയിലേക്ക് എത്തിച്ചേരുവാനുള്ള പരിശ്രമങ്ങൾ നിരന്തരമായി പരാജയപ്പെടുകയും
എത്തിപ്പിടിക്കുവാനാകുമെന്ന് കരുതുന്നിടത്തൊക്കെയും അവസാന നിമിഷം വഴിത് മാറി ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം അതൊരു സ്വപ്നമായി തന്നെ തുടരുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. സഹോദരൻ 2 കാര്യങ്ങൾ ഒരുമിച്ചാണ് നമ്മോട് സാക്ഷ്യപ്പെടുത്തിയത്. ഒരു ശാരീരികമായ വൈകായികയിൽ അതിൻ്റെ ഒരു ചികിത്സയുടെ ഭാഗമായ ഒരു വ്യക്തി വന്ന് അതിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ കൃപാസനമെന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുകയോ ചെയ്യാത്ത വ്യക്തി സുരേഷിനോട് പറയുന്നു, അത് ആലപ്പുഴയിൽ 90 ദിവസത്തെ പ്രാർത്ഥനയുള്ള ഒരിടമുണ്ട്, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിയത്, അതിലൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ഉപകാരമുണ്ടാകുമെന്ന്. കൃപാസനമെന്ന വാക്കുപോലും ആ സഹോദരൻ പറയുന്നില്ല. എന്നാൽ പറയുന്നത് എന്തെന്ന് സുരേഷിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴും അതിനോട് മറുതലിച്ച് അതിൻ്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് കഴിവുണ്ടല്ലോ, ഡിഗ്രി ഉണ്ടല്ലോ, ഇപ്പം തിരക്കേടില്ലാത്ത ജോലിയുണ്ടല്ലോ, വേണമെങ്കിൽ നേടാൻ പറ്റുമല്ലോ, അങ്ങനെ ചിന്തകൾ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് തൻ്റെ ജീവിതം എന്ന് സുരേഷ് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ഒരു നിർണായകമായ ഒരു അവസരത്തിൽ ഒറ്റ ഒഴിവ് മാത്രമുള്ളപ്പോൾ അവിടെ ചെന്ന് ആ ഒരു പരീക്ഷകളിൽ പങ്കുചേരുവാൻ വേണ്ടി അടുക്കുന്ന നാളുകളിൽ രണ്ടാമതൊരിക്കൽ കൂടി അതേ വ്യക്തി ആ 90 ദിവസത്തെ പ്രാർത്ഥന ചെയ്താൽ എന്ത് നഷ്ടമുണ്ടാകും എന്ന രീതിയിൽ വീണ്ടും ഇടപെടുകയാണ്. ഇത് മാതാവിൻ്റെ ഇടപെടലാണ്. മാതാവ് എന്നും ദൂതരെ അയക്കും, സന്ദേശങ്ങൾ കൈമാറും. നമുക്കമ്മയെ പരിചയമുണ്ടെങ്കിൽ നമ്മൾ അമ്മയെ തള്ളിക്കളഞ്ഞ് നമ്മുടെ വഴിക്ക് നടന്നാൽ നമ്മുടെ വഴിയിൽ ഒറ്റയ്ക്ക് വിടാതെ തിരികെ ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്നതുവരെയും അമ്മയുടെ സാന്നിധ്യം അനുഭവമായി നൽകിക്കൊണ്ടിരിക്കും. അതാണ് സുരേഷിനെ ആ ഒരു ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിലേക്ക് അമ്മയോടൊപ്പം ചേർന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ പങ്കുചേരുക, കാരുണ്യപ്രവൃത്തികൾ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി ചെയ്യുക, അച്ഛൻ്റെ ധ്യാനം കൂടുക, സാക്ഷ്യങ്ങൾ കേൾക്കുക, തൻ്റെ ജീവിതത്തെ തന്നെ ഒന്ന് ക്രമീകരിക്കുക, അത് ദൈവവചന പ്രകാരം ദൈവവചനത്തെ സ്നേഹത്തോടുകൂടി വായിക്കുക. തൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് സുരേഷ് പറയുന്നുണ്ട്, എനിക്കത് മാറ്റങ്ങളൊക്കെയും അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളാണ് എന്നെ കൂടുതൽ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സഹായിച്ചത്. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ, ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുമ്പോൾ തനിക്കത് കിട്ടില്ലെന്ന് ഉറപ്പാവുകയും ചെയ്തു. അത് കിട്ടില്ലെന്നറിയുമ്പോഴും വീണ്ടും അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് എന്തായാലും 90 ദിവസം പൂർത്തിയാക്കണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്നത് കൃപാസനത്തിൻ്റെ പ്രത്യേകതയാണ്. ജോസഫ് അച്ഛൻ നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തി തരും. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിന് മേൽ അധികാരമുള്ളത് കൊണ്ട് ആര് അമ്മ മാതാവിൻ്റെ അരികിൽ സമയം നിശ്ചയിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതിന്മേൽ ദൈവികമായ ഇടപെടലുണ്ടാകും. സുരേഷിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം, അച്ഛൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ, ഞാനതുകൊണ്ടൊരു ഡേറ്റ് അങ്ങോട്ട് ഇട്ടു, മെയ് 2. അത് വിശ്വാസത്തിന് വലിയ ഉറപ്പിലൊന്നുമല്ല, ഒരു ഡേറ്റ് ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഉടനെ ഭാര്യ പറഞ്ഞു ഞാനെങ്കിൽ 7 ഇട്ടു. അപ്പോൾ 2 പേരും 2 ഡേറ്റ് മാതാവിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കുകയാണ്. അത് നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അച്ഛനത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഡേറ്റ് ഇട്ടു. പക്ഷേ അമ്മ എങ്ങനെ നമ്മുടെ വിശ്വാസക്കുറവിനെ പോലും നമ്മുടെ ജീവിത വെളിച്ചമാക്കി മാറ്റുന്നതിന് ഇടപെടുന്നുവെന്നാണ് സഹായിക്കുന്നത്. ഏറ്റവും മിടുക്കനായത് വലിയ അന്തരമുള്ള റാങ്കുകളിൽ 1-ാമത്തെയാൾ അത് അവർക്ക് സ്വീകാര്യമാവാത്ത രീതിയിൽ സംസാരിക്കുന്നു, ഡിമാൻഡ്സ് ഏറെ വയ്ക്കുന്നു. അതുകൊണ്ട് ആ ജോലി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പുറത്താവുകയും ഒരിക്കലും കിട്ടില്ലെന്ന് സ്വയം കരുതുകയും അവർ തന്നെ പറയുകയും ചെയ്ത സുരേഷിനെ ആ സ്ഥിര നിയമനമുള്ള സർക്കാർ ജോലിയിലേക്ക് കണ്ടെത്തുകയും ചെയ്യുന്നു. അത് മെയ് 2-ാം തീയതിയും മെയ് 7-ാം തീയതിയുമായി അതിൻ്റെ നടപടിക്രമങ്ങൾ അമ്മ മാതാവ് പൂർത്തീകരിച്ച് ആ ജോലിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അമ്മയുടെ വഴികൾ നമുക്കെപ്പോഴും ദുരൂഹമാണ്. അമ്മയിൽ ആശ്രയിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ വിശ്വാസക്കുറവുകളെ പോലും അമ്മ നല്ല വിശ്വാസം കൊണ്ട് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ സംശയിച്ചു നിൽക്കുന്ന അവസരങ്ങളിൽ പോലും അമ്മ തിരുക്കുമാരനോട് നമ്മുടെ സംശയത്തെ ദൂരീകരിക്കും വിധം അനുഭവങ്ങളായി കൂടെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ഒന്ന് ചുവടുവയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ നാം പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിന്മേൽ അധികാരം ഏറ്റെടുത്തുകൊണ്ട്, ഉടമസ്ഥത ഏറ്റെടുത്തുകൊണ്ട് ഏത് ഗുരുക്കും ഏത് നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളും എത്ര കണ്ട് നമുക്ക് കിട്ടാത്ത അവസരങ്ങളും നമുക്ക് വേണ്ടി പിടിച്ചു വാങ്ങി, അർഹതയുള്ള ഇടത്തു നിന്ന് പോലും നമുക്ക് വേണ്ടി പിടിച്ചു വാങ്ങി പ്രത്യേക സ്നേഹത്തോടു കൂടി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് സുരേഷ് എൽത്താരയിൽ പങ്കുവെച്ചത്. ഈ മകന് ലഭിച്ച വിശ്വാസ വെളിച്ചത്തിന്, ഈ ജോലിക്ക് മകൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് ഓരോന്നും അമ്മ ഒപ്പിട്ടുകൊടുത്ത് അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വേദി ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും വിശുദ്ധ മാലാകമാർക്കും പരിശുദ്ധാത്മാവിനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് അശ്വതി ചന്ദ്രൻ. ഞാൻ വരുന്നത് പറവൂര് കെടാമംഗലത്തു നിന്നാണ്. 2024 ജനുവരി 24-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്.
അതിനു മുന്നേ തന്നെ മാതാവ് ഒരുപാട് പ്രാവശ്യം ഈ ഉടമ്പടിയിലേക്ക് എന്നെ കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അമ്മയുടെ ആ ഒരു വാല്യൂ തിരിച്ചറിയാനായിട്ട് എനിക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റിയില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ PSCക്ക് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികളെ വീട്ടിൽ ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ത്രിസന്ധ്യ നേരത്തെ എൻ്റെ വീട്ടിൽ അടുത്ത് ആ ഒരു ചേച്ചി കൃപാസനം പത്രം കൊണ്ടിടുകയുണ്ടായി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോളെ അതൊന്നും എടുത്ത് വായിച്ച് നോക്കടി, നീ എന്തായാലും കുറച്ച് നാളായല്ലോ പഠിക്കാൻ തുടങ്ങിയിട്ട്, ജോലിയാണെങ്കിൽ ആവുന്നുമില്ല, ഒന്ന് വായിച്ച് നോക്ക്, ഒരുപാട് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരിടമാണ്, പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് പോവാം, പ്രാർത്ഥിക്കാം. അപ്പോഴൊക്കെ ഞാൻ അത്യാവശ്യം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞു, വേണ്ട, താൻ പാതി ദൈവം പാതി, ഞാൻ ആദ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, ബാക്കി അമ്മ മാതാവിന് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ഓവർ കോൺഫിഡൻസ് എന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഓവർ കോൺഫിഡൻസ് എവിടെയാണോ വെക്കുന്നത് അവിടെയായിരിക്കും നമുക്ക് ആദ്യത്തെ ബോംബ് വീഴുന്നത്. അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിലും സംഭവിച്ചു. ആ ഒരു ബോംബ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്കത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. എന്നിരുന്നാലും പിന്നീടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അമ്മയിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചു. അങ്ങനെ ഞാൻ PSC ടെസ്റ്റ് എഴുതി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു, അയ്യോ അമ്മ അങ്ങനെ പറഞ്ഞതല്ലേ, ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അഹങ്കാരമാണെന്ന് മാതാവ് കരുതിയാലോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെ അങ്ങനെ തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉച്ച സമയത്ത് എനിക്ക് വയറിൽ വളരെയധികം വളരെ വേദന. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഡോൺ ബോസ്കോയിൽ കൊണ്ടുപോകുന്നു, പറൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് തന്നെ അവരെ പരിശോധിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇതെന്താണ്, ഇവളുടെ അസുഖം എന്താണ്, കാരണം ടെസ്റ്റിലൊക്കെ നോർമലായിട്ടാണ് കാണിക്കുന്നത്. അന്ന് അത്ര വലിയ കുഴപ്പങ്ങളുമില്ല. പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഇവിടെ കണ്ടമാതിരി കാശൊക്കെ ചിലവാക്കി ഞങ്ങൾ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇവിടെ രക്ഷയില്ല കേട്ടോ, കാരണം എടുക്കുന്ന ടെസ്റ്റുകളിലൊക്കെ ഇവൾ ഓക്കെ ആണെന്നാണ് പറയുന്നത്, ഇവൾക്ക് എന്തുകൊണ്ടാണ് പിന്നെ ഈ വയറുവേദന വരുന്നതെന്ന് അറിയില്ല. അപ്പം ഞാൻ അതിന് മുമ്പേ തന്നെ ഈ പത്രം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടിരുന്ന ചേച്ചിനോട് ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്തെങ്കിലും പോവുകയാണെങ്കിൽ കൃപാസനത്തിൽ എന്തെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കൂടി ഒന്ന് കൂട്ടണം. അപ്പോൾ ആ ചേച്ചി കൃത്യം എനിക്ക് വയറുവേദന വന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് എന്നോട് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് കൃത്യം ആ സമയത്ത് തന്നെ എനിക്ക് അമ്മ വയറുവേദന തന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ തന്നെ ലിസി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെയും ഇതുപോലെ കണ്ടമാതിരി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നിവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ലാസ്റ്റ് എന്നെ പണ്ട് അവിടെ ചികിത്സിച്ചിരുന്ന ഒരു ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, അശ്വതി എനിക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല, നാട്ടിൽ എല്ലായിടത്തും കാണിച്ചിട്ട് അവിടെ എന്താണ് സംഭവം എന്ന് ആർക്കും പറയാനും പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്ക് വേദനയുള്ള പോർഷൻ മാത്രം നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സിൻ്റെ ഒരു ചെറിയൊരു സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തപ്പോഴാണ് അത് അപ്പൻഡിക്സ് ആണ്. അപ്പൻഡിക്സ് വളരെയധികം വന്നിട്ട് അത് പൊട്ടി വയറാകെ വ്യാപിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്ത് മാറ്റിയില്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ ആപത്താണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്തൊരു ചേച്ചി എൻ്റെ കയ്യിൽ ഒരു കാശ് രൂപം കൊണ്ടുവന്ന് തന്നു. അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇത് കൃപാസനം മാതാവാണ് അല്ലെന്നുണ്ടെങ്കിൽ മാതാവാണോ എന്താണോ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആ കാശ് രൂപം നേരെ തന്നെ തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതകത്തേക്ക് പ്രവേശിപ്പിക്കാമോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഇതൊക്കെ കയറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തന്നെ ഞാനത് തിരിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എന്നെ അവിടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു മദറോ ആരോ അവരുടെ മുഖത്ത് നല്ല വെട്ടമായിരുന്നു. അവർ വേഗം വന്നിട്ട് എൻ്റെ കവളിൽ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു, നീ റിക്കവറായിട്ട് വരുമോളെ, ധൈര്യമായിട്ട് പേടിക്കാതിരിക്കുക. അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ശോഭയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു സമയമാണത്. ആ സമയത്ത് ഈ മരുഭൂമിയിലൊക്കെ മഴ പെയ്യുന്നത് പോലെ ദൈവവിളി എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ആ ഒരു സ്പർശം എനിക്ക് വളരെയധികം ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ തന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ എനിക്ക് ഒരു 3 മാസത്തോളം റെസ്റ്റായിരുന്നു. ഈ സമയത്ത് ഞാൻ എക്സാം എഴുതിയതിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് +2ൻ്റെ അതായത് പ്രിലിമിനറി ഒക്കെ പാസ്സായി, മെയിൻസും പാസ്സായി. 3 എക്സാമിൻ്റെ ഫിസിക്കൽ അടുക്കുന്ന സമയം, അതായത് ഞാൻ പോലീസ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തു, എക്സൈസ് ക്വാളിഫൈ ചെയ്തു, ബീറ്റ് ഫോറസ്റ്റ് ക്വാളിഫൈ ചെയ്തു. ഇനിയുള്ളത് ഫിസിക്കലാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് ഒന്നാമതെ വയ്യല്ലോ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഫിസിക്കലൊക്കെ അറ്റൻഡ് ചെയ്യുക? എന്നാലും സാരമില്ല, റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാമല്ലോ. അങ്ങനെ ഇരുന്നു. ഞാൻ അവിടെ ഒരു ട്രെയിനിങ് ചേർന്നു, ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോയി തുടങ്ങി.
പോയി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രീന ചേച്ചി, അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആ ചേച്ചി, പിന്നെയും ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉടമ്പടി എടുക്കണമെന്നുണ്ട്, അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എടുത്താൽ പോരേന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അശ്വതി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അത് എടുക്കണം, അല്ലാതെ അതൊരു പരീക്ഷണത്തിന് വേണ്ടി നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഫിസിക്കലിന് മുന്നേ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻഡ്യൂറൻസിൻ്റെ ഡേറ്റ് വന്നപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ കുട്ടിയും കൂട്ടി ഇങ്ങോട്ട് വന്നു. അതായത് ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവിനെ ഒന്ന് വന്ന് കാണണം. കാരണം ഒരു പ്രാവശ്യം എൻ്റെ ഒരു അഹങ്കാരത്താൽ എനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു തിരുരൂപം എനിക്ക് ഇവിടെ വന്നൊന്ന് കാണണം, ഒന്ന് ദർശിക്കണം. ഉടമ്പടി എടുത്തില്ലെങ്കിൽ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എൻഡ്യൂറൻസ് ടെസ്റ്റാണ്, എന്നെ ഞാൻ പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നീ എന്നോട് ക്ഷമിക്കണം, എൻഡ്യൂറൻസ് ടെസ്റ്റാണ്, നീ എന്നെ തുണയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ നിന്ന് അന്നേരത്തെ ഒരു ഉപ്പ് മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ, ഉടമ്പടി എടുത്തില്ല. തിരികെ ഞങ്ങൾ ബസ്സിൽ കയറുന്ന സമയത്ത് ഒരമ്മാമ്മ വന്നിട്ട് പറയാണ്, നിങ്ങൾ എവിടേക്കാണ് പോകണേ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കൃപാസനത്തിൽ പോയി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ഉടമ്പടി എടുക്കാഞ്ഞേ? അപ്പോൾ പറഞ്ഞു, ഉടമ്പടി എടുത്തില്ല, അമ്മ മാതാവിനെ ഒന്ന് വന്ന് കാണണം, ഒന്നിവിടെ വന്നൊന്ന് കാര്യങ്ങൾ പറയണം, അത്രേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ മക്കളെ, നിങ്ങൾക്ക് ഉടമ്പടി എടുത്തുകൂടായിരുന്നോ? എന്നിട്ട് അവരുടെ കാര്യങ്ങൾ അവർ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ലാസ്റ്റ് അവർ പറഞ്ഞു, ഞാനൊന്നും കഴിച്ചിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്ന കുട്ടി, അവൾ വെറും വയറോടുകൂടിയാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാഗിൽ 2 പഴം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് ചോദിച്ചു, എടി നിനക്കിത് വേണോ? അപ്പോൾ പറഞ്ഞു, വേണ്ട, അത് അങ്ങോട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ മാമക്ക് ആ പഴം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ എൻഡ്യൂറൻസിൻ്റെ ഡേറ്റ് വന്നു. എൻഡ്യൂറൻസ് 2 ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ടായിരുന്നു ഫിസിക്കൽ ടെസ്റ്റ്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻഡ്യൂറൻസ് മാതാവ് പാസ്സാക്കിയല്ലോ, ഇനി ഫിസിക്കൽ മാതാവ് നോക്കിക്കോളും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കാം. പക്ഷെ ഞാൻ ആ ഒരു ധാരണയായിട്ട് പിന്നീട് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഐറ്റംസ് ഒന്നും അങ്ങനെ അവിടെ 30 പേരുണ്ടെങ്കിലും 29 പേരും അടിപൊളിയാണ്. ആ ഒരു വീക്കായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് ഞാൻ മാത്രമാണ്. അപ്പോൾ ഒരു പക്ഷേ എനിക്കത് ഒട്ടും ചെയ്യാനും പറ്റുന്നില്ല. എനിക്കെന്തോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പോരായ്മ പോലെ തോന്നി. അങ്ങനെ ഇരിക്കെ ജനുവരി 16-ാം തീയതി പോലീസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റായിരുന്നു, 18-ാം തീയതി എക്സൈസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റായിരുന്നു. ഇതിന് 2-നും ഞാൻ നല്ല അന്തസ്സായിട്ട് തോറ്റു. അത് ഒരു പക്ഷേ എന്നെ മാതാവ് തോൽപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാവിൻ്റെ മഹത്വം, തിരുക്കുമാരൻ്റെ മഹത്വം സമൂഹത്തിൽ എന്നിലൂടെ പറയിക്കണമെന്ന് ചിലപ്പോൾ എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇത്രയും നാളും എല്ലാ കാലത്തും നല്ല രീതിയിൽ പാസ്സായി വരുന്ന എനിക്ക് ആ 2 തോൽവികൾ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ കാരണം അത്രയധികം കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ വന്ന് നമ്മൾ എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ്സായി, ഫിസിക്കലിൻ്റെ സമയത്ത് അത് പൊട്ടിപ്പോയി. ഒരു പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻസും ഉടമ്പടിയിലേക്ക് എന്നെ അടുപ്പിക്കാൻ അമ്മ ശ്രമിക്കുന്നതെന്നുള്ള ഒരു സൂചന ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നു. എനിക്ക് കാണുന്നവരോടെല്ലാം എനിക്ക് ദേഷ്യവും സങ്കടവും, വീട്ടിലെ അമ്മയോടും ആണെങ്കിലും അച്ഛനോടും ആണെങ്കിലും ഒരുപാട് ഹാർഷായിട്ടാണ് ഞാൻ പെരുമാറിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വളരെയധികം സങ്കടത്തോടുകൂടി ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് അപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു ദിവസം ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിക്കുകയാണ്, ആ ചേച്ചിയെടുത്ത് ഒന്ന് കൃപാസനത്തിലേക്ക് ഒന്ന് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞാലോ? ഒരു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇനി 3 ടെസ്റ്റിൽ 2 ഞാൻ ഫെയിലായി, ഒരെണ്ണം കൂടിയേ എനിക്കുള്ളൂ. ഒരു കച്ചിത്തുരുമ്പ് മാതാവ് എവിടെന്നെങ്കിലും എനിക്കൊന്ന് തന്നാലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഗ്രീന ചേച്ചിയുടെ കോള് വന്നു, അശ്വതി നമ്മൾ പോകുന്നുണ്ട്, നിനക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ഓക്കെ ചേച്ചി. ബസ്സിലിരിക്കുമ്പോഴൊക്കെ മരവിച്ച മനസ്സുമായിട്ടാണ് ഞാൻ ഇരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, മാതാവേ എന്നെപ്പോലെ ഒരാളെ നീ സ്വീകരിക്കുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ സംശയം. വീട്ടിൽ വന്നു ഒരുപാട് കരഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പരിസരത്തെ ഒരു ചേച്ചി ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെക്കൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, കാരണം ഞാൻ അത്രയും ബിഗ് സീറോ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ ചുറ്റും ഇരിക്കുന്നവർക്കൊരു, എൻ്റെ വളർത്തിയ അച്ഛനോ അമ്മയ്ക്കോ ഒരു പ്രതീക്ഷ കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരു മോളുള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ എനിക്ക് മുന്നേയും പിന്നെയും കുറച്ച് കുട്ടികളെ അബോട്ടായിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരു പ്രതീക്ഷ ഞാൻ മാത്രമാണ്. ചേച്ചി എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഞാനിത് എടുക്കാൻ പറ്റുമോ? ഒരുപാട് ഞാൻ കരഞ്ഞു. ആ ഒരു സമയത്താണ് ഞാൻ അത്രയും മനസ്സ് പൊട്ടി ഞാൻ ആ ചേച്ചിയുടെ മുമ്പിൽ കരയുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എടി നീ എൻ്റെ മുന്നിലല്ല കരയുന്നത്, നിൻ്റെ കണ്ണീര് കാണുന്നത് വേറൊരാളാണ്. അപ്പോൾ നീ പൊഴിക്കുന്ന ഓരോ കണ്ണീരിനും അവിടെ അമ്മമാതാവ് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും അല്പം വൈകിട്ടാണെങ്കിലും നിൻ്റെ വിളി അവിടെ തീർച്ചയായും എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കൽ
പുതുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ 3 മാസമായി, എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ, ഞാനിനി എങ്ങനെയാണ്, ഇനി ആകെ ഒരു ടെസ്റ്റും കൂടി എനിക്ക് ബാക്കിയുള്ളൂ, അത് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താ ചെയ്യണേ, 1.5 വർഷം 2 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആവില്ല അമ്മേ, എന്തെങ്കിലും ഒരു അടയാളം അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യണേ, ഒരുപാട് ഞാൻ ഉരുകി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് കൃത്യം തന്നെ ഏപ്രിൽ മാസം ഞങ്ങളുടെ അവിടെ ഗ്രൗണ്ടിൽ ഒരു സമ്മർ ക്യാമ്പ് പോലെ ഒരു സാറ് അവിടെ സമ്മർ ക്യാമ്പ് പോലെ ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനിതുപോലെ ഗ്രൗണ്ടിൽ വരും, തന്നെത്താനെ പ്രാക്ടീസ് ചെയ്യും, എല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ചേട്ടനാണ് ആ സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ആ സാറ് പറഞ്ഞു, ഇയാൾ കുറേയൊക്കെ ആയാലോ കിടന്ന് ചെയ്യുന്നത്, ഞാനൊരു ഓഫർ വെക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, പറഞ്ഞോളൂ സാർ. അപ്പോൾ പറഞ്ഞു, ഈ കുട്ടികളുടെ കൂടെ തനിക്കൊന്ന് കൂടാമോ, അതായത് സമ്മർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കുള്ള ക്യാമ്പാണ്, ഈ കുട്ടികളുടെ കൂടെ തനിക്കൊന്ന് കൂടാമോ, തന്നെ ഞാൻ റെഡിയാക്കി എടുക്കാം, എനിക്ക് 10ൻ്റെ പൈസ തരണ്ടെന്ന് പറഞ്ഞു. എന്തോ എനിക്ക് ആ ഒരു സമയത്ത് അതൊരു ദൈവദൂതനായിട്ട് എനിക്ക് തോന്നി. പുറപ്പാട് 23:20 പറയുന്നത് പോലെ, നിനക്ക് മുന്നേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും, അവൻ നിൻ്റെ വഴികളിലേക്ക് നിന്നെ നയിക്കും, എൻ്റെ പരീക്ഷണശാലയിലേക്ക് നിന്നെ അവൻ കൊണ്ടുവരികയും ചെയ്യും. ആ വചനം എത്രത്തോളം ആപ്റ്റാണെന്ന് എനിക്ക് ആ സമയത്താണ് മനസ്സിലായത്. കണ്ടിന്യൂസ് ആയിട്ട് ആ സാറിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് നാൾ ഞാൻ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞു. ആ സമയത്ത് തന്നെ ബീറ്റ് ഫോറസ്റ്റിൻ്റെ ഡേറ്റ് വന്നു. ആദ്യത്തെ ഡേറ്റ് വന്നു, മഴയൊക്കെ കാരണം അത് മാറ്റി വെച്ചു. രണ്ടാമത്തെ ഡേറ്റ് വന്നു. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ ഹോൾ ടിക്കറ്റും കൊണ്ട് ഞാനിവിടെ വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പം മാറി ഡേറ്റ് മാറ്റി പോവാണല്ലോ. ഞാൻ ചെയ്യുന്ന ഉടമ്പടിയിൽ എന്തെങ്കിലും പോരായ്മ ഇനി അമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ അച്ഛനെ വന്നൊന്ന് കാണിക്കണം, അല്ലെങ്കിൽ ആ ഹോൾ ടിക്കറ്റ് ഈ പടി വരെ ഒന്ന് കൊണ്ടുവരണം, ഈ ആൾത്താര വരെ ഒന്ന് കൊണ്ടുവരണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായുള്ളൂ. അതുപോലെ ഞാൻ കൊണ്ടുവന്നു, അച്ഛനെ വന്ന് കാണിച്ചു. അപ്പം എനിക്ക് മുന്നേ കയറിയ ആൾക്കാരോടൊക്കെ അച്ഛൻ പറയുന്നുണ്ട്, ഉടമ്പടി ഉഴപ്പാതെ ചെയ്യണമെന്ന്. അടുത്ത ടേൺ ഞാനാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അതായത് ഉടമ്പടി എടുത്തിട്ടാണെങ്കിലും എനിക്ക് ആ ദേഷ്യവും കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മ മാതാവ് അച്ഛനിലൂടെ എന്ത് മെസ്സേജ് എനിക്ക് തന്നാലും അത് നല്ലതാണെങ്കിലും ഇപ്പം അച്ഛൻ 2 ശകാരിക്കുകയാണെങ്കിൽ എന്നെ ചെയ്താലും അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. കേട്ടിട്ട് അത് തന്നെ തുടരാതെ എനിക്ക് നല്ല രീതിയിൽ അത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനിവിടെ ഈ ആൾത്താരയിൽ മുട്ടുകുത്തി നിന്നപ്പോൾ ആ 2 പേരോട് അച്ഛൻ പറഞ്ഞു, ഉടമ്പടി ഉടപ്പാതെ ചെയ്യണം. 3ാമത്തെ ആൾ ഞാനാണ്. എൻ്റെ കയ്യിൽ തലയിൽ കുരിശുരൂപം വെച്ചിട്ട് അച്ഛൻ പറഞ്ഞു, വൈകാതെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണം കേട്ടാന്ന് പറഞ്ഞു. അത്രയും നേരം കരയാതെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് പൊട്ടി കരയാൻ തുടങ്ങി. കാരണം എനിക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസ് ഇതുവരെ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ ആ വചനം, അമ്മ മാതാവിൻ്റെ ആ മെസ്സേജ് അച്ഛൻ്റെ നാവിലൂടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സന്തോഷമല്ല, ഞാൻ കരഞ്ഞു. ഇവിടെ വന്ന് കുറേ നേരം കരഞ്ഞു. ഞാൻ പുറത്തിറങ്ങി ആ വീട്ടിലെത്തി. ആ ചേച്ചിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഞാൻ വിളിച്ചു, ചേച്ചി ഇങ്ങനെ അച്ഛൻ നല്ലൊരു വർത്താനം എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്തായാലും അച്ചട്ടായിരിക്കും, നീ അതിനെ വിശ്വസിച്ച് നല്ല രീതിയിൽ നീ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. എഗെയിൻ ആ ടെസ്റ്റിൻ്റെ ഡേറ്റ് മാറ്റിവെച്ച ടെസ്റ്റിൻ്റെ ഡേറ്റ് പിന്നെയും വന്നപ്പോൾ നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള ഉരുൾപൊട്ടൽ ആ സമയത്ത് നടന്നിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു അത്, വയനാട്ടിലെ ഉരുൾപൊട്ടൽ. ആ സമയം കാരണം എഗെയിൻ ആ ടെസ്റ്റ് പിന്നെയും പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഉടമ്പടി എടുക്കുന്നതിലുള്ള കുഴപ്പങ്ങളിലല്ല, എന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ ആ പരീക്ഷണശാലയിലേക്ക് അമ്മയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് നീട്ടിത്തരുന്ന സമയമാണത്. അത് ഞാൻ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പ്രോപ്പറായിട്ട് അമ്മയെ വിശ്വസിച്ച് അമ്മ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റണം. അത് ഞാൻ മനസ്സിലുറപ്പിച്ചു. എഗെയിൻ ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഈ ഒക്ടോബർ 9-ാം തീയതി ഞാൻ ബീറ്റ് ഫോറസ്റ്റിന് വേണ്ടി എൻ്റെ കയ്യിൽ 3 ടെസ്റ്റ് ഉണ്ടായിരുന്നു. 2 ടെസ്റ്റ് ഞാൻ ഫെയിലായി. ആകെ ഒരെണ്ണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നത്. അതിനിടയിലൂടെ എനിക്ക് ഫയർ വുമണിൻ്റെ എക്സാം വന്നു. ഫയർ വുമണിൻ്റെ എക്സാം പ്രിലിംസ് മെയിൻസ് ഞാൻ ക്വാളിഫൈ ചെയ്തു. ഈ ഒക്ടോബർ 9-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ്. ഞങ്ങളുടെ കൂടെ ആ ഗ്രൗണ്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കുട്ടി ഞാനും കൂടി ഒരുമിച്ച് പത്തനംതിട്ടയിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തായാലും ബുധനാഴ്ചയാണ് ടെസ്റ്റ്, അമ്മയുടെ 10 പത്രം എന്തായാലും കയ്യിലെടുത്തേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യണം. അമ്മ അത് തരുന്നതോ തരാതിരിക്കുന്നതോ അമ്മയുടെ ഇഷ്ടമാണ്. അമ്മയുടെ ഡയറിയിൽ അമ്മ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ പാത്ത് കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ പച്ച ടിക്ക് നമുക്ക് വേണ്ടിയിട്ട് വീണിരിക്കും. അങ്ങനെ ഞാൻ വിശ്വസിച്ചു. അമ്മ എനിക്ക് തന്നാലും കുഴപ്പമില്ല, തന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എനിക്ക് അമ്മയോട് തരണം എന്ന് വാശി പിടിക്കാൻ അത്ര വലിയ യോഗ്യതയൊന്നും എനിക്കില്ല അമ്മേ. എന്നിരുന്നാലും അമ്മയുടെ വിധി എന്തായിരുന്നാലും ഇനി അങ്ങോട്ട് എളിമപ്പെട്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കുള്ള കൃപ തരണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന മുഴുവനും. അങ്ങനെ തന്നെ ഞാൻ ആ ടെസ്റ്റ് ഞങ്ങൾ തലേദിവസം റൂം എടുത്തപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ പത്രം കൊണ്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ, കുറച്ച് പേർക്ക് ഞാൻ പോണ വഴിക്ക് കൊടുത്തേക്കാൻ കേട്ടാ, എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് എനിക്ക് ഒരു അടയാളം
അടയാളമെങ്കിലും ഒരേ പോണ വഴി എനിക്കൊന്ന് കാണിച്ചു തരണേ അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ പത്തനംതിട്ടയിൽ ആ ഗ്രൗണ്ടിലേക്ക് കാറ് വളച്ചെടുക്കുന്ന സമയത്ത് ഞാനപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയോട് കൃപാസന മാതാവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി എന്നെ വിളിച്ച് കാണിക്കുകയാണ്, അശ്വതി ഒന്ന് അപ്പുറത്തോട്ട് നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എന്താ, അതൊരു പള്ളിയല്ല, അന്ന് അവിടെ ആരാധന അങ്ങനെയൊന്നുമില്ല, ഒരു കാവ് പോലത്തെ ഒരു സ്ഥലം. അതിൻ്റെ ഉള്ളിൽ ഈശോനെ നെഞ്ചി ചാർത്തി മാതാവ് ഇരിക്കുകയാണ്, മാതാവിൻ്റെ ഒരു രൂപം അവിടെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഗ്രൗണ്ടിൻ്റെ ആ സൈഡിൽ തന്നെ. ഞാൻ അത്ഭുതപ്പെട്ടു. സാധാരണ പോലീസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഗ്രൗണ്ടിൽ ഇതുപോലെ കാര്യങ്ങൾ കൊണ്ടുവെക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം, മാതാവേ ഞാൻ അടയാളം ചോദിച്ചോളൂ, ആ ഉടനടി തന്നെ നീ എന്നെ ആതിരയിലൂടെ അത് കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് നന്ദി പറഞ്ഞു. അങ്ങനെ തന്നെ പിന്നെ എനിക്ക് സ്ട്രോങ് ആയി, പിന്നെ ഞാൻ ഡബിൾ സ്ട്രോങ് ആയി. കാരണം എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്. പിന്നെ എന്നെ ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും പിന്നെ ഞാൻ വീടില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടി. അങ്ങനെ തന്നെ രാവിലെ വെളുപ്പിനെ ഞങ്ങൾ എണീറ്റു, കുളിച്ച് അമ്മയ്ക്ക് തിരിവെച്ചു. എൻ്റെ ഒപ്പം തന്നെ ഞാൻ അവളെയും പ്രാർത്ഥനയ്ക്ക് ഇരുത്തി. കാരണം അവൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ 1 വർഷമായി ഞാനിതിൻ്റെ പുറകെ നടക്കുന്നു. അങ്ങനെ അവളും ഞാനും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എല്ലാവർക്കും ചെസ്റ്റ് നമ്പറൊക്കെ കൊടുത്ത് അണിനിരത്തി നിർത്തിയേക്കണ സമയത്ത് ഞങ്ങളുടെ ആയിരുന്നു ഫസ്റ്റ് ബാച്ച്. അങ്ങനെ തന്നെ ആ ഓഫീസർ വന്നുകൊണ്ട് പറയാണ്, അവർ ഇത്തിരി ഇൻസ്ട്രക്ഷൻസ് തന്നതാണെങ്കിലും നമുക്കതൊരു ഡീമോട്ടിവേഷൻ പോലെ ആയിരുന്നു. ഇൻസ്ട്രക്ഷൻസ് ഇത്രേ ഉണ്ടായുള്ളൂ. എൻ്റെ ചെസ്റ്റ് നമ്പർ 104 ആയിരുന്നു. ഇവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ട്രാക്കിൽ ആരെങ്കിലും ഫൗൾ സ്റ്റാർട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫെയിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 104 നമ്പർ ഫൗൾ സ്റ്റാർട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു, ഇയാൾ ഫെയിലാണ് എന്ന രീതിയിൽ അയാളൊരു വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവേ, പകുതി ജീവനില്ലാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം 2 ടെസ്റ്റ് ഞാൻ പൊട്ടി, ഇതെൻ്റെ 3ാമത്തെ ടെസ്റ്റാണ്. ഇതിൽ നീ മിന്നിച്ചേക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ആ 100 മീറ്ററിൻ്റെ ട്രാക്കിൽ ഞാൻ ഓടാൻ നിന്നപ്പോൾ ഞാൻ ഒരു കാര്യമേ ആഗ്രഹിച്ചുള്ളൂ, ഈ ട്രാക്കിൽ ഞാനാണെങ്കിൽ ആ അപ്പുറത്തെ ട്രാക്കിൽ എൻ്റെ അമ്മയാണ് നിൽക്കുന്നത്. ഈ ട്രാക്കിൽ ഫസ്റ്റ് ഓടിക്കയറേണ്ടത് ഞാൻ തന്നെയാണ്. 17 സെക്കൻഡിൽ ഇതുവരെ ഗ്രൗണ്ടിൽ എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും കയറാത്ത ഞാൻ വിസിലടിച്ച ഉടനെ 15 സെക്കൻഡിൽ ഞാൻ അവിടെ കവർ ചെയ്തു. അതുപോലെ തന്നെ ഷോർട്ട് പുട്ട്, ലോങ് ജമ്പ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ എനിക്ക് അറ്റപ്പറ്റയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ എൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യാനായിട്ട് അമ്മ എന്നെ ഒരുപാട് സഹായിച്ചിരുന്നു. 1 പത്രോസ് 1:7 പറയുന്ന പോലെ, അഗ്നിശോചനയെ അതിജീവിക്കുന്ന സ്വർണത്തേക്കാൾ നശ്വരമായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിനും അനുഗ്രഹത്തിലേക്കും നിങ്ങളെ നയിക്കും. ആ ഒരു വചനം എനിക്ക് അപ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നി. എൻ്റെ അമ്മ മാതാവ് അതെന്നെ കൊണ്ടടുപ്പിച്ചു. രണ്ടാമത് ഈ കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റിൻ്റെ ടെസ്റ്റ്. അത് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, പത്രം കൊടുത്തു. ആ പത്രം അവിടെ ഇരുന്ന് വായിച്ചു. രാവിലെ ഞങ്ങൾ ടെസ്റ്റിന് പോയി. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, ഫയർ വുമൺ നീ എനിക്ക് തന്നിരിക്കുന്ന ഒരു ബോണസാണ്. ഞാൻ നിന്നോട് ചോദിച്ചത് ഈ ബീറ്റിൻ്റെ ടെസ്റ്റാണ്. കാരണം 3 ടെസ്റ്റിൽ 2 ടെസ്റ്റും ഫെയിലായിട്ട് ഈ ഒരെണ്ണം കച്ചിത്തുരുമ്പാക്കി പിടിച്ചിട്ടാണ് ഞാൻ നിൻ്റെ പടി ചവിട്ടിയത്. അതിനിടക്കൂടെ നീ എനിക്കൊരു ബോണസ് തന്നതാണ് ആ ഫയർ വുമണിൻ്റെ ടെസ്റ്റ്. ഒന്നാമത്തെ കാര്യം, ഇതിന് ഒഴിവില്ല എന്നുള്ളത് വേറെ, ഒഴിവ് കുറവാണെന്നുള്ളത് വേറെ സത്യം. എന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനൊരു മൂലയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്ന സാധനമാണ് അമ്മയുടെ ദൂതനെ വിട്ടും അമ്മയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് വേണ്ടി ചൊരിഞ്ഞും അത് മാറ്റിച്ചത്. അതിന് അമ്മയ്ക്ക് കോടാനുകോടി സ്തുതിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു നിമിഷത്തിൽ ആ ചോറ്റാനിക്കരയിൽ ഞങ്ങൾ ചെന്നു. ചോറ്റാനിക്കരയുടെ ഗ്രൗണ്ടിലും അടിപൊളിയായിട്ട് തന്നെ ആ ടെസ്റ്റ് പാസ്സാവാൻ പറ്റി. അപ്പം ഞാൻ മനസ്സിൽ നേർന്നതാണ്, അമ്മേ എനിക്ക് ഈ ടെസ്റ്റ് അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമേന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളെ നിനക്ക് ജോലി ആയിട്ടില്ലല്ലോ, ജോലി കിട്ടിയിട്ട് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോലി ഒക്കെ അവിടെ നിന്നോട്ടെ, കാരണം ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. ജോലിയും കാര്യങ്ങളൊക്കെ അമ്മ പിന്നീടാണ്. എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കൂട്ടർ, ആ കുട്ടി പറഞ്ഞു അവൾ കമ്മൽ പണയം വെച്ചിട്ടാണ് ആ യാത്ര, ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ നിർത്തിയപ്പോൾ അവളുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, നീ കൃപാസന മാതാവിൻ്റെ വലിയ പുള്ളിയല്ലേ, ഈ ഒരു ലോട്ടറിക്കാരനെ കണ്ടു, ഈ ലോട്ടറിയിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കണ്ണടച്ച് നീ എടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ കണ്ണടച്ചു. ആ നമ്പറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ആ നമ്പർ ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തു. അതെന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയുമില്ല. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറയാണ്, അമ്മേ അവൾ കമ്മൽ പണയം വെച്ചിട്ടാണ് കേട്ടോ വന്നേക്കണേ, വലിയ തുകയൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും നീ ഒന്ന് സഹായിക്കണം. അന്ന് ബമ്പർ നറുക്കെടുക്കുന്ന സമയമായിരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എന്നെ വിളിക്കുകയാണ്, അശ്വതി എടുത്ത് തന്ന ലോട്ടറി ടിക്കറ്റിന് 1000 രൂപ ഞങ്ങൾക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസം മുഴുവനും ശരിക്കും പറഞ്ഞാൽ മാതാവ് എനിക്ക് വേണ്ടി തന്ന അനുഗ്രഹങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു ശരിക്കും ആ ദിവസം മുഴുവനും. അതുപോലെ തന്നെ ഈ ജെറമിയ 31:9 പറഞ്ഞ പോലെ തന്നെ, നീ എൻ്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിൻ്റെ കണ്ണീരൊപ്പും. അത് എൻ്റെ കേസിൽ വളരെയധികം 100%, 110% സത്യമായിട്ടുള്ളൊരു വചനമായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ
തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് പൊതിച്ചോറ് തന്നു വിടുമായിരുന്നു. ഞാനത് പാക്ക് ചെയ്ത് സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. അവരോട് സംസാരിക്കുമായിരുന്നു. ഇവിടുന്ന് തന്നയക്കുന്ന പത്രം വിശ്വാസ പ്രമാണവും മറ്റും ചൊല്ലി ഞാൻ അത് കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, അമ്മേ ഞാൻ ക്രിസ്തുവിനെയാണ് കേട്ടോ കൈമാറുന്നത്. ഇത് ആര് മേടിച്ചാലും അമ്മേ അവരുടെ മുഖത്ത് സന്തോഷത്തോടു കൂടി അവരെ ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ പത്രം എല്ലാവർക്കും കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ശാന്തി തീരത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ വീട്ടിൽ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അവരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുമായിരുന്നു, അവരുടെ നഖം വെട്ടി കൊടുക്കുമായിരുന്നു, അവരോട് 4 വാക്ക് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവരിപ്പോൾ ചോദിക്കും, അവരെൻ്റെ കയ്യിൽ ചുംബിച്ചിട്ട് ചോദിക്കും, മോളെ നീ ഇനി എന്നാ വന്നേന്ന് ചോദിക്കും. അപ്പോൾ അവർ എന്നോട് പറയും, കൃപാസനത്തിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പും ഒരു തേനൊക്കെ മേടിച്ചിട്ട് തരണം കേട്ടോ, ഞങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും സാരമില്ല, കാരണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഈ കുഞ്ഞു കാര്യങ്ങളാണ്. അത് മാതാവ് എന്നെ മുൻനിർത്തി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു തന്നെ അവരോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഒരുപാട് നാളായിട്ട് ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് അലഞ്ഞു. എപ്പോഴൊക്കെ വണ്ടിക്ക് വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ കാശ് മാറ്റി വെക്കട്ടെ, എനിക്ക് എപ്പോഴും ഓരോരോ രോഗം ഹോസ്പിറ്റൽ കേസ് വന്ന് അതൊക്കെ തട്ടിമറിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കൃപാസനം പത്രം കിടക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞു, മോളെ ഈ പ്രധാനമന്ത്രിയുടെ വനിതകൾക്കൊണ്ട വണ്ടി വിതരണം പകുതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഫോം നീ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അമ്മയുടെ പത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു, അമ്മേ 2-3 പ്രാവശ്യം നമ്മൾ വണ്ടിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയൊക്കെ ഹോസ്പിറ്റലിൽ പോവാണ്, ഇത് നീ ആയിട്ട് മീഡിയേറ്റ് ചെയ്ത് തരേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ ആ ഫോം ഫില്ല് ചെയ്തിട്ട് ഞാൻ കൊണ്ട് കൊടുത്തു. ഇപ്പോൾ ഈ 2 ആഴ്ച മുന്നേ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു, വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പൂവാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്, അമ്മ എനിക്കൊരു പൂക്കാലമാണ് തന്നത്, ഇതിന് ഞാൻ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ എൻ്റെ അമ്മ എൻ്റെ സമയം മൊത്തം ഷോർട്ടൺ ചെയ്ത് എന്നെ അതിന് വേണ്ടി സെറ്റാക്കി അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എന്നെ അത് അടുപ്പിച്ച് വിജയിപ്പിച്ചതിന് അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അമ്മയോട് മാത്രമല്ല, തിരുക്കുമാരനോടും പരിശുദ്ധാത്മാവിനോടും പിതാവിനോടും വിശുദ്ധ മാലാഖമാരോടും ജോസഫ് അച്ഛനോടും എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിക്കും, ജോസഫ് അച്ഛൻ എന്ന് പറയുന്നത് അമ്മ നമുക്ക് തന്ന വലിയൊരു ഗിഫ്റ്റാണ്. ശരിക്കും അച്ഛൻ്റെ ഓരോ പ്രഭാഷണങ്ങൾ, ഓരോ ധ്യാനങ്ങൾ, ഉടമ്പടി ധ്യാനങ്ങൾ, അതുപോലെ ഉപവാസത്തിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ വിശന്നിരിക്കുമ്പോൾ മറ്റുള്ളവനെ ഊട്ടാനുള്ളൊരു മനസ്സ്, എല്ലാം ഈ അച്ഛൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് നല്ല കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇനിയും അച്ഛന് അതുപോലെ തന്നെ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കാനുള്ള വചനങ്ങൾ അമ്മ മാതാവ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. എന്നെ മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും സങ്കടങ്ങളും എല്ലാം എൻ്റെ അമ്മ മാതാവ് ഏറ്റെടുക്ക് നിങ്ങളെ എല്ലാം ആ കൃപയ്ക്ക് ഇരയാക്കട്ടെ, എല്ലാവരുടെയും മേൽ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. 2-3 തവണ അമ്മ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ആദ്യം തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയത്ത് രാത്രി ഇതുപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ജെംസ് മിഠായിയുടെ ഒരു മലയുടെ മോളിൽ നിന്ന് മാതാവ് ഇടിഞ്ഞു നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെയധികം പേടിച്ച് വിറച്ച് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഓടിയൊരു സമയം ഉണ്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് നമ്മളെ പേടിപ്പിക്കാനല്ല, നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ അമ്മ മാതാവ്, സഞ്ചാരി മാതാവ് എൻ്റെ സന്തത സഹചാരിയായിട്ട് എൻ്റെ ജീവിതകാലം മുഴുവനും ഇനി എൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിത് ചുരുക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വിശുദ്ധ മാലാഖമാർക്കും എല്ലാവർക്കും കോടാനുകോടി സ്തുതി. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. കർത്താവിൽ പരിപൂർണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അശ്വതി ചന്ദ്രൻ എന്ന ഈ മകളുടെ ജീവിതത്തിൻ്റെ വിശ്വാസ വഴികളെയാണ് നമ്മോട് സാക്ഷ്യപ്പെടുത്തിയത്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ജീവിതവും അതിൻ്റെ പരിശ്രമങ്ങളും, ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആത്മീയമായ താല്പര്യങ്ങളും വളർച്ചയും അനുഗ്രഹങ്ങളുടെ പ്രവാഹങ്ങളെയുമാണ് മകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഓരോ മകളുടെ വാക്കിലും നമ്മൾ കണ്ടെത്തുന്നത് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ്. പരിശുദ്ധമ്മയിൽ ആഴപ്പെട്ട് ശരണപ്പെടുന്ന ബോധ്യമുള്ള സാക്ഷ്യമാണ്. അതോടൊപ്പം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച നാളുകളിലൊക്കെയും വലിയ സംരക്ഷണവും സഹായവും പ്രാർത്ഥനാ നിയോഗങ്ങൾ വേഗത്തിൽ ഫലമണിയുന്നതിൻ്റെയും സാക്ഷ്യമാണ്. സുന്ദരമായിട്ട് മകളുടെ ജീവിതത്തെ, അതിൻ്റെ പ്രതിസന്ധികളെ, കടന്നുപോയ വലിയ ഭാരപ്പെട്ട ദിവസം
ദിവസങ്ങളെ, പരിശുദ്ധ അമ്മയിലൂടെ നേടിയെടുത്ത അനുഗ്രഹങ്ങളെ ഒക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് മകളുടെ വാക്കുകൾ വളരെ പ്രചോദനം നൽകുന്നതാണ്. കാരണം ഒരു അക്രൈസ്തവ മകളാണെങ്കിലും എത്ര സുന്ദരമായിട്ടാണ് ദൈവവചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രഘോഷിക്കുന്നത്.